നമസ്കാരം. ഇന്നിപ്പോ സസ്യത്തെ പരിചയപ്പെടുത്താനല്ല കേട്ടോ വന്നിരിക്കണേ, ഒരു സന്തോഷം പറയാനാണ്. വൃന്ദാവനത്തെ സ്നേഹിച്ച വൃന്ദാവനത്തിന്റെ എല്ലാ കൂട്ടുകാർക്കും, എല്ലാ ഗുരുക്കന്മാരോടും എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും, ഈ വർഷത്തെ 2024-25 വനമിത്ര പുരസ്കാരം, കേരള സംസ്ഥാന പുരസ്കാരം നമ്മുടെ വൃന്ദാവനത്തിന് ലഭിക്കുകയുണ്ടായി. വൃന്ദാവനത്തിലെ വൃന്ദ, അതായത് ഞാൻ ശിവ, എല്ലാവരോടും ആ സന്തോഷം പറയണം തോന്നി. ഇത്രയും നാളും നിങ്ങൾ ഓരോരുത്തരും വൃന്ദാവനത്തിൻ്റെ വീഡിയോകൾ കണ്ടു, പലരും വൃന്ദാവനം സന്ദർശിച്ചു, തൈകൾ മേടിച്ചു, വൃന്ദാവനത്തിലെ പ്രകൃതിദത്തമായ ഉൽപ്പന്നങ്ങൾ വാങ്ങി. അങ്ങനെ ഒരു ശരിക്കും പറഞ്ഞാൽ വൃന്ദാവനത്തിലെ വൃന്ദയുടെ അല്ലെങ്കിൽ മാത്രം സന്തോഷമല്ല, നിങ്ങളെല്ലാവരും ആണ് അല്ലേ. ഇപ്പോൾ 400ഓളം ഇനം കണ്ടില്ലേ ഇവിടെ, ഇതുപോലെയുള്ള നിരവധി ഇനം 400ഓളം ഇനം ഔഷധ സസ്യങ്ങൾ ഇവിടെ എത്തിച്ചേരുക എന്ന് പറഞ്ഞ ഒരുപാട് പേര് അത് എന്നിലേക്ക് തന്നതാണ്. ഒരിക്കലും ഞാനായിട്ട് സംഘടിപ്പിച്ചു എന്ന് പറഞ്ഞ കുറേയൊക്കെ ശരി തന്നെ, ബാക്കിയെല്ലാം തന്നെ ഒരുപാട് പേര് തന്നു. ഓരോന്നിൻ്റെയും അറിവ് എന്നിലേക്ക് എത്തിച്ചു തന്ന പ്രകൃതിയുടെ കൂട്ടുകാരിലെ എല്ലാ വൈദ്യശ്രേഷ്ഠന്മാർക്കും, വൈദ്യരത്നത്തിലെ മുഴുവൻ സ്ഥാപനത്തിലെ മുഴുവൻ എന്താ പറയുക സഹപ്രവർത്തകർക്കൊക്കെ ഞാൻ നന്ദി പറയുകയാണ്. എന്നിലെ മോഹമായിരുന്നു ഈ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുക, അല്ലെങ്കിൽ പ്രകൃതി ശരിക്കും അമ്മയായിട്ട് സ്നേഹിക്കുന്നവളാണ്. അപ്പോൾ അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഇവരൊക്കെ ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു വഴിയിലേക്ക് എത്താൻ സാധിച്ചത്. അപ്പോൾ വൃന്ദാവനത്തെ സ്നേഹിച്ച, വൃന്ദയെ സ്നേഹിച്ച കൂട്ടുകാർക്കും ഗുരുക്കന്മാർക്കും സഹപ്രവർത്തകർക്കും എല്ലാവർക്കും ഞാൻ നന്ദി പറയാം. വൃന്ദാവനം കാണാത്തവർക്ക് ഇതൊക്കെയാണ് ഇവിടുത്തെ കുളവെട്ടി, ജലം സംഭരിച്ചിരിക്കുന്ന കുളവെട്ടി, അങ്ങനെ നിരവധി ഇനം സസ്യങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. അതാ വയ്യങ്കത, വലിയ മുള്ളുകളുള്ള വയ്യങ്കത. അപ്പോൾ വൃന്ദാവനം കാണാത്ത കൂട്ടുകാർക്ക് കുറച്ചൊക്കെ ഒന്ന് വൃന്ദാവനം കാണിച്ചു തരാം അല്ലേ. നമുക്കൊന്ന് ഓടിച്ചൊന്ന് കണ്ടാലോ? വരും.